കൃത്യം സമയം പറയുകയാണെങ്കിൽ 2022 എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഹേഡുവിൻ്റെ വീഡിയോസൊക്കെ കണ്ട് എനിക്ക് വന്നൊരു മെസ്സേജാണ് കേട്ടോ. അന്ന് ആ ഹായ് എന്ന് പറഞ്ഞ് തുടങ്ങിയ മെസ്സേജ് ഞങ്ങൾ പിന്നെ കണ്ടിന്യൂ ചെയ്തു കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട്. ഇനി എന്നാ മസ്കറ്റ് വരണേ അന്ന് എന്തായാലും മീറ്റ് ചെയ്യണം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ പ്രാവശ്യം മസ്കറ്റ് വരുമ്പോൾ ലിയ ചേച്ചിന് എന്തെങ്കിലും കാണണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി ദേ ആർ ഹിയർ. ആദ്യമായിട്ടാണ് കാണുന്നത് എന്നൊരു ഫീലൊന്നും ഉണ്ടായില്ല. നമുക്ക് പരിചയമുള്ള ഏതൊരു ഫ്രണ്ടിനെ നമ്മൾ കാഷ്വലായിട്ട് കാണുന്നു, ആ ഒരു ഫീലായിരുന്നു കേട്ടോ. എവിടെ മീറ്റ് ചെയ്യണം എന്നുള്ള ഡിസ്കഷൻ വന്നപ്പോൾ കുട്ടികൾക്കും കൂടി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ആയിരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി എന്നെ ഇൻസ്റ്റാഗ്രാമിൽ തപ്പി പിടിച്ചെടുത്തൊരു വീഡിയോ കിട്ടിയ സ്ഥലം കേട്ടോ ഞങ്ങൾക്കിത്. നോക്കി പിടിച്ച് വന്നപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത്, ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ അമ്രാത്ത് ലുലുവിൻ്റെ അവിടെ നിന്ന് ഒരു 2 to 2.5 കിലോമീറ്റേഴ്സ്. എക്സാക്ട് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. എനിക്ക് തോന്നിയത് ഒരു 2 years തൊട്ടുള്ള കുട്ടികൾക്ക് സേഫായിട്ട് കളിക്കാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ അത്. ആൻഡ് ഞങ്ങളുടെ താരങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വെള്ളത്തിൽ കളിക്കാനാണ്. അപ്പോൾ വെള്ളത്തിലുള്ള കളികളായിരുന്നു നമ്മുടെ മെയിൻ ഫോക്കസ്. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നിയത് ഒരു ഇൻഡോർ പാർക്ക് വിത്ത് എ സ്മോൾ സ്വിമ്മിംഗ് പൂള്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പക്ഷേ കുട്ടികൾക്ക് നല്ല സേഫായിട്ട് എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. എന്തായാലും ഞങ്ങൾ പ്ലാൻ ചെയ്ത കാര്യം അടിപൊളിയായിട്ട് വർക്കായി. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് എസ്സിയും ഹെയ്ഡും ആയിരുന്നു. അങ്ങനെ അവരുടെ വെള്ളത്തിൽ കളിച്ച് തിമിർക്കുന്ന സമയത്ത് ഞങ്ങൾ സംഹൗ മാനേജ് ടു ടേക്ക് എ ഫോട്ടോ. പിന്നെ ഞങ്ങളുടെ അടുത്ത ടാസ്ക് ഇവരെ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് എത്തിക്കേണ്ടതായിരുന്നു. പിന്നെ അങ്ങനെ 2-2.5 മണിക്കൂർ വെള്ളത്തിൽ കളിച്ചപ്പോൾ രണ്ടുപേരും ഏകദേശം ടയേർഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടനും ചേച്ചിക്കും യേശുവിനൊക്കെ നമ്മൾ ടാറ്റ പറഞ്ഞ് ഇനി എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാമെന്നുള്ള പ്രതീക്ഷയിൽ അൻപിൽ ബൈ.